ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് പാകിസ്ഥാനിലും ദുബായിലുമായി നടക്കുന്നതിനിടെ ചർച്ചയായി സുരക്ഷാ ഭീഷണി. ടൂർണമെന്റിനെത്തുന്ന വിദേശികളെ രഹസ്യ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് വ്യാപക അഭ്യൂഹങ്ങൾ പരന്നതോടെ ചാമ്പ്യൻസ് ട്രോഫി വേദികളിലെ സുരക്ഷ ശക്തമാണ്. അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ബ്യൂറോ നൽകിയിരിക്കുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ ഒഴികെ മറ്റെല്ലാ ടീമുകളുടെയും മത്സരങ്ങൾ പാകിസ്ഥാനിലെ വിവിധ വേദികളിലായാണ് നടക്കുന്നത്. ഇന്ത്യ ഫൈനലിൽ എത്തിയില്ലെങ്കിൽ ടൂർണമെന്റ് ഫൈനലും പാകിസ്ഥാനിലാകും കളിക്കുക. ഭീകര സംഘടനകളായ തഹ്രീക് താലിബാൻ പാകിസ്ഥാനും ISIS-ഉം വിദേശത്തു നിന്നെത്തിയ ആളുകളെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബലൂചിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചില സംഘടനകളും ക്രിക്കറ്റ് ആരാധകർക്കെതിരെ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ലാഹോറിലും റാവൽപിണ്ടിയിലും മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ 12,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിൽ വിന്യസിക്കുക. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത്. സുരക്ഷാ ഭീഷണി ഉള്ളതിനാൽ താരങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന് BCCI നിർബന്ധം പിടിച്ചതോടെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വഴങ്ങിയത്. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ചാർട്ടേഡ് വിമാനങ്ങളിലായാണ് ടൂർണമെന്റിനായി ടീമുകളെ പാകിസ്ഥാനിൽ എത്തിച്ചത്. ദുബായിലുള്ള മത്സരങ്ങൾക്കായി ടീമുകൾ പോകുന്നതും തിരിച്ചു വരുന്നതും ഇതേ രീതിയിലാണ്. ടൂർണമെന്റിനായി രാജ്യത്തെത്തുന്ന VIP-കൾക്കും പ്രത്യേക വിമാനയാത്രാ സൗകര്യവും സുരക്ഷയുമാണ് പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നത്.